നമസ്കാരം. നമ്മളിന്ന് ഈ എക്സ്പ്ലെയിനറിലൂടെ നോക്കാൻ പോകുന്നത് മെഷീൻ ലേണിംഗിനെക്കുറിച്ചാണ്. മെഷീൻ ലേണിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അതൊരു വലിയ സങ്കീർണമായ കോഡിങ്ങും കണക്കുമൊക്കെ നിറഞ്ഞൊരു സംഭവമാണെന്ന് തോന്നാറില്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ ഒരു 3 വയസ്സുകാരിയായ കുട്ടിയെയും അവളുടെ മുത്തച്ഛനെയും ഒന്ന് മനസ്സിൽ സങ്കൽപ്പിക്കുക. ഈ കൊച്ചുകുട്ടിയെ വെച്ചുകൊണ്ട് മെഷീൻ ലേണിംഗ് എന്താണെന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. മുത്തച്ഛൻ ഒരു പഴം ചൂണ്ടി ഇതാണ് മാംഗോ എന്ന് കുട്ടിയോട് പറയുന്നു. കുട്ടി അതേയെന്ന് തലയാട്ടുന്നു. കുറച്ചു കഴിഞ്ഞ് പച്ച നിറമുള്ളതോ അല്പം ചെറിയതോ ആയ മറ്റൊരു മാംഗോ കാണിക്കുമ്പോഴും അദ്ദേഹം അത് തന്നെ പറയുന്നു. പഴുത്തതും പച്ചയായതും വലുതും ചെറുതുമായ 10ഓ 20ഓ മാംഗോസ് കണ്ടു കഴിയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ പെട്ടെന്ന് എന്തോ ഒന്ന് ക്ലിക്കാവുന്നുണ്ടല്ലേ? പിന്നീട് മാർക്കറ്റിൽ പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ മാംഗോ കണ്ടാലും കുട്ടി കൃത്യമായി പറയും അതാ മാംഗോ എന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരും അവൾക്കൊരു റൂൾ ബുക്ക് കൊടുത്ത് പഠിപ്പിക്കുന്നില്ല എന്നതാണ്. അതായത് മഞ്ഞയോ പച്ചയോ നിറമുള്ള ഉരുണ്ട ആകൃതിയുള്ള ഒന്നാണ് മാംഗോ എന്നൊന്നും ആരും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ആ കുട്ടി ഉദാഹരണങ്ങളിൽ നിന്ന് തനിയെ ആ പാറ്റേൺ മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതാണ് മെഷീൻ ലേണിംഗ്. ഉദാഹരണങ്ങളിൽ നിന്ന് സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന നമ്മുടെയൊക്കെ ബുദ്ധിക്ക് വളരെ സ്വാഭാവികമായ ഈ പ്രക്രിയയിലെ അതാണ് യഥാർത്ഥത്തിൽ മെഷീൻ ലേണിംഗ്. ഒരേയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ മനുഷ്യർ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കി പഠിക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അതും യാതൊരു മടുപ്പുമില്ലാതെ. ഒരു കമ്പ്യൂട്ടർ കൃത്യമായി എങ്ങനെയാണ് ഇതേ കാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഈ എക്സ്പ്ലെയിനറിലൂടെ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, ഒരു മെഷീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത്. 2, ലോകത്തുള്ള എല്ലാ മെഷീൻ ലേണിംഗ് സിസ്റ്റങ്ങളും പിന്തുടരുന്ന ആ 3 അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്. 3, ഒരു കുട്ടിക്ക് വെറും 10ഓ 20ഓ ഉദാഹരണങ്ങൾ മതിയാകുമ്പോൾ കമ്പ്യൂട്ടറിന് എന്തിനാണ് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ വേണ്ടിവരുന്നത്. ഇതാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. ശരി, ആദ്യത്തെ സെഷനിലേക്ക് കടക്കാം. ഒരു മെഷീൻ ശരിക്കും എങ്ങനെയാണ് പഠിക്കുന്നത്? ആ മെന്റൽ മോഡലുകളുടെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ കുട്ടിയുടെ പഠനപ്രക്രിയയിലെ ആദ്യത്തെ മെന്റർ മോഡൽ നോക്കാം. ആ കുട്ടി പ്രധാനമായും 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യം അവൾ ഉദാഹരണങ്ങൾ കാണുന്നു. അതായത് പലതരം മാംഗോസ്, അതുപോലെ മാംഗോ അല്ലാത്ത ആപ്പിളും വാഴപ്പഴവുമൊക്കെ അവൾ കാണുന്നു. രണ്ടാമതായി അവൾ മനസ്സിൽ ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുന്നു. ഓഹോ, അപ്പോൾ മാംഗോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ നിറവും ആകൃതിയുമാണ് എന്ന് അവളുടെ തലച്ചോറ് സ്വയം മനസ്സിലാക്കുന്നു. മൂന്നാമതായി പുതിയ പഴങ്ങൾ കാണുമ്പോൾ ആ മനസ്സിലെ പാറ്റേൺ വെച്ച് അവൾ അത് കൃത്യമായി പ്രവചിക്കുന്നു. ഇതിലെ ഏറ്റവും വലിയ രസമെന്താണെന്നോ, നിങ്ങളുടെ ഫോണിലെ ഫോട്ടോ ആപ്പുകൾ മുഖം തിരിച്ചറിയുന്നതും നിങ്ങളുടെ ജിമെയിൽ സ്പാം ഫിൽട്ടർ ചെയ്യുന്നതുമെല്ലാം കമ്പ്യൂട്ടറുകൾ ഇതേ 3 ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടാണ്. ഇനി രണ്ടാമത്തെ മെന്റൽ മോഡലിലേക്ക് വരാം. വെറുതെ ഉദാഹരണങ്ങൾ മാത്രം കണ്ടാൽ മതിയോ? മുത്തശ്ശൻ വെറുതെ കുറെ പഴങ്ങൾ കാണിച്ചിട്ട് അതിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ കുട്ടിക്ക് അത് മനസ്സിലാവോ? ഇല്ലല്ലോ. ഇവിടെയാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വിളിക്കുന്ന രീതിയുടെ പ്രാധാന്യം. കമ്പ്യൂട്ടറിന് ഉദാഹരണങ്ങൾ മാത്രം കൊടുത്താൽ പോരാ, കൂടെ അതിന്റെ ശരിയായ ഉത്തരവും കൂടി നൽകണം. ഉദാഹരണങ്ങൾക്കൊപ്പം ഉത്തരങ്ങൾ കൂടി നൽകുക എന്നതാണ് ഇതിലെ മാജിക്. നമ്മുടെ ഫോണിലുള്ള വോയിസ് അസിസ്റ്റന്റുകളൊക്കെ ഓഡിയോ ക്ലിപ്പുകളും അതിനൊപ്പമുള്ള ടെക്സ്റ്റും വെച്ച് പഠിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. മൂന്നാമത്തെ മെന്റൽ മോഡൽ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു കുട്ടിക്ക് 10 ഉദാഹരണങ്ങൾ മതിയാകുമ്പോൾ കമ്പ്യൂട്ടറിന് 10 ലക്ഷം ഉദാഹരണങ്ങൾ വേണ്ടിവരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം വളരെ സിമ്പിളാണ്. ആ കുട്ടിക്ക് ഇതിനകം തന്നെ ലോകത്തെക്കുറിച്ച് അത്യാവശ്യം അറിവുകളുണ്ട്. നിറങ്ങൾ, ആകൃതികൾ, അതുപോലെ തിന്നാൻ പറ്റുന്നവ ഏതാണെന്നൊക്കെ അവൾക്കറിയാം. എന്നാൽ കമ്പ്യൂട്ടർ അങ്ങനെയല്ല. അത് 0ൽ നിന്നാണ് തുടങ്ങുന്നത്. നിറം എന്താണെന്നോ പഴം എന്താണെന്നോ അതിനൊരു ഐഡിയയുമില്ല. ഈ കുറവ് നികത്താനാണ് കമ്പ്യൂട്ടറുകൾക്ക് ആദ്യം തന്നെ ലക്ഷക്കണക്കിന് ഡേറ്റ വാരിക്കോരി നൽകേണ്ടി വരുന്നത്. അപ്പോ തിയറിയൊക്കെ നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ സെക്ഷനില് ഇതൊരു യഥാർത്ഥ ആപ്പായിട്ട് എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു മാംഗോ മോഡൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ട ഈ തിയറി ഒരു യഥാർത്ഥ ആപ്പ് നിർമ്മിക്കുന്നതിൽ എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ഫോൺ ക്യാമറ വെച്ച് മാംഗോ തിരിച്ചറിയുന്ന ഒരു ആപ്പ് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് കരുതുക. ഇതിന് പ്രധാനമായും 4 ഘട്ടങ്ങളാണുള്ളത്. ആദ്യം കളക്ട്. ഒരു 5000 മാംഗോ ഫോട്ടോകളും മറ്റ് 5000 വേറെ പഴങ്ങളുടെ ഫോട്ടോകളും നമ്മൾ ശേഖരിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം ട്രെയിൻ. ഈ 10,000 ഫോട്ടോകളും നമ്മൾ കമ്പ്യൂട്ടറിനെ കാണിക്കുന്നു.
തുടക്കത്തിൽ അത് കുറെ തെറ്റുകളൊക്കെ വരുത്തും, എന്നാൽ ഓരോ തവണ തെറ്റ് പറ്റുമ്പോഴും മോഡൽ സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കും. മൂന്നാമതായി ടെസ്റ്റ്. മോഡൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ 1000 ഫോട്ടോകൾ കാണിച്ച് അതെത്രത്തോളം ശരിയാണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അവസാനമായി ഡിപ്ലോയ്. അടിപൊളിയായി റെഡിയായ ഈ മോഡൽ നിങ്ങളുടെ ഫോൺ ആപ്പിലേക്ക് നൽകുന്നു. കഴിഞ്ഞു. ഇപ്പോൾ ആർക്കും ക്യാമറ വെച്ച് മാംഗോ തിരിച്ചറിയാം. സെക്ഷൻ 3ലേക്ക് കടക്കാം. AI-യെക്കുറിച്ച് നമുക്കിടയിലുള്ള ചില വലിയ തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ള സമയമാണിത്. അമിതമായ ഹൈപ്പുകളിൽ നിന്നും മാറി മിത്തുകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ വലിയ തെറ്റിദ്ധാരണ എന്താണെന്നറിയാമോ? കമ്പ്യൂട്ടർ ഭയങ്കര ബുദ്ധിമാനാണെന്ന് നമ്മൾ കരുതും. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതല്ല. അത് വെറുതെ പാറ്റേണുകൾ മാറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു മാംഗോ മരത്തിലുണ്ടാവുന്നതാണെന്നോ അതിന്റെ രുചി എന്താണെന്നോ ഒന്നും ഈ മോഡലിനറിയില്ല. കുറച്ച് പിക്സലുകളുടെ പാറ്റേൺ മാത്രമാണത് കാണുന്നത്. അതുകൊണ്ട് തന്നെ AI തരുന്ന ഉത്തരങ്ങൾ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. അതെപ്പോഴും നമ്മൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ തെറ്റിദ്ധാരണ. കൂടുതൽ ഡേറ്റ കൊടുത്താൽ റിസൾട്ട് എപ്പോഴും സൂപ്പറാവുമെന്ന് ചിലർ കരുതും. അങ്ങനെയല്ല കേട്ടോ. നല്ല ഡേറ്റയാണ് എപ്പോഴും സഹായിക്കുന്നത്. മോശം ഡേറ്റ കാര്യങ്ങൾ ആകെ കുളമാക്കും. ഉദാഹരണത്തിന്, ഒരു മഞ്ഞ ആപ്പിളിന്റെ പടം കാണിച്ച് ഇതാണ് മാംഗോ എന്ന് നമ്മൾ തെറ്റായി ലേബൽ ചെയ്ത് നൽകിയാൽ മോഡൽ ആ തെറ്റായ പാറ്റേണാവും പഠിച്ചെടുക്കുക. അതുകൊണ്ട് ഡേറ്റ എത്രയുണ്ട് എന്നതിനേക്കാൾ ആ ഡേറ്റ എത്രത്തോളം കൃത്യമാണ് എന്നതിനാണ് പ്രാധാന്യം. മൂന്നാമത്തെ മിത്ത്, ഒരു മോഡൽ ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ പണി തീർന്നു എന്നതാണ്. ഒരിക്കലുമല്ല. ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. 2020-ലെ ക്യാമറ വെച്ച് ട്രെയിൻ ചെയ്ത ഒരു മോഡൽ 2026-ലെ പുതിയ ഫോൺ ക്യാമറകളിൽ ഒരുപക്ഷെ വർക്കായില്ലെന്ന് വരാം. ഇതിനെ നമ്മൾ മോഡൽ ഡ്രിഫ്റ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ മഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഒറ്റത്തവണ തീരുന്ന ഒരു പ്രോജക്റ്റ് അല്ല. അതൊരു പൂന്തോട്ടം പോലെയാണ്. എപ്പോഴും നമ്മൾ അതിനെ പരിചരിച്ചുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ സെക്ഷൻ 4ലേക്ക് വരികയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് 2026-ലെത്തിയപ്പോൾ ഈ മേഖലയിൽ വന്ന ഒരു വലിയ മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ മാറ്റം ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. 2020-ലൊക്കെ നമ്മളൊരു കസ്റ്റം മോഡൽ 0-ൽ നിന്നുണ്ടാക്കിയെടുക്കാൻ 10,000 കണക്കിന് ഫോട്ടോകൾ നൽകുമായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ ഇന്ന് കാര്യങ്ങൾ ഫ്യൂ ഷോട്ട് ലേണിംഗ് എന്ന രീതിയിലേക്ക് മാറി. അതായത് ഇന്നത്തെ വലിയ മോഡലുകൾക്ക് വെറും കുറച്ചു ഉദാഹരണങ്ങൾ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഉദാഹരണവും കൊടുക്കേണ്ടി വരില്ല. അതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടോ? കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോഡ് അല്ലെങ്കിൽ GPT-4 പോലെയുള്ള വലിയ മോഡലുകൾക്ക് ഇതിനകം തന്നെ ഈ ലോകത്തെക്കുറിച്ച് വലിയ തോതിൽ അറിവ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് നേരത്തെ തന്നെ ഒരു ബേബി ബ്രെയിൻ ഉണ്ട്. അതുകൊണ്ട് അവരോട് നമ്മുടെ സാധാരണ ഭാഷയിൽ തന്നെ ഇതൊരു മാംഗോ ആണോ എന്ന് വെറുതെ ചോദിച്ചാൽ മതി. ഇത് ഇന്നത്തെ കാലത്ത് നമ്മൾ മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്ന രീതിയെ തന്നെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ കൊച്ചുകുട്ടിയെപ്പോലെ തന്നെ ഈ മോഡലുകൾക്കും ഇപ്പോൾ ലോകത്തെക്കുറിച്ച് ഒരു നല്ല ധാരണയുണ്ട്. നമ്മൾ അവസാന സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ചുരുക്കി നോക്കാം. ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങളിൽ പ്രധാനമായും ഈ 3 പോയിന്റുകൾ എപ്പോഴും ഓർക്കുക. 1. ഒരു കുട്ടി മാംഗോ എന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണ് AI-യും പഠിക്കുന്നത്. ആദ്യം ഉദാഹരണങ്ങൾ കാണുന്നു, ഉള്ളിൽ പാറ്റേൺ ഉണ്ടാക്കുന്നു, എന്നിട്ട് പുതിയവ പ്രവചിക്കുന്നു. 2. ഇതിലെ ഏറ്റവും വലിയ മാജിക് എന്നത് ഉദാഹരണങ്ങൾക്കൊപ്പം ശരിയായ ഉത്തരങ്ങൾ കൂടി കമ്പ്യൂട്ടറിന് നൽകുക എന്നതാണ്. 3. കമ്പ്യൂട്ടറിന് പഠിക്കാൻ ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ വേണമെന്ന പഴയ രീതി ഇന്നില്ല. അതിനു പകരം ലോകത്തെക്കുറിച്ച് നേരത്തെ തന്നെ പഠിച്ചെടുക്കുന്ന ആ പ്രീ ട്രെയിനിംഗ് രീതി വഴി ആ പ്രശ്നം നമ്മളിപ്പോൾ പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട്. അടുത്ത എക്സ്പ്ലെയിനറിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെഷീൻ ലേണിംഗിന്റെ 3 പ്രധാനപ്പെട്ട വകഭേദങ്ങളെക്കുറിച്ചാണ്. സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, കൂടാതെ റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇവയെല്ലാം ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന വ്യത്യസ്ത രീതികൾ പോലെയാണ്. പോകുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ഫോണിലിപ്പോൾ നിങ്ങൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്തെ മുഴുവൻ നിരീക്ഷിച്ച് പഠിച്ചു കഴിഞ്ഞ ഇത്തരം അത്ഭുതകരമായ ബേബി ബ്രെയിനുകളോടാണ് എന്നത് ശരിക്കും ഒരു അത്ഭുതമല്ലേ? ഈ വിശദീകരണം നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ രസകരമായ വിവരങ്ങളുമായി അടുത്ത തവണ കാണാം.